6 മാർക്കിന് ഓണം എക്സാമിന് നിങ്ങൾക്ക് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടർ സ്കെച്ച് എന്നുള്ളത്. 6 മാർക്കിന് നമുക്ക് മോഡൽ എക്സാമിന് ഓൾറെഡി തന്നിട്ടുണ്ട്. പെലായുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് തന്നിട്ടുള്ളത്. സോ ഒരു ക്യാരക്ടർ സ്കെച്ച് ഉറപ്പായിട്ടും ഓണം എക്സാമിന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഈ ഒരു ഫോർമാറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 6 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ആദ്യം തന്നെ ഹെഡിങ്ങിൽ ക്യാരക്ടറുടെ പേര് എഴുതുക, അതുപോലെ തന്നെ സ്റ്റോറിയുടെ പേര് എന്താണെന്ന് എഴുതുക, ഓതർ ആരാണ് ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളതെന്ന് എഴുതുക, പ്ലസ് ആ ഒരു ക്യാരക്ടറിന്റെ റോൾ എന്താണ് എന്നുള്ളത് ആ ഒരു ആദ്യം തന്നെ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ ജസ്റ്റ് ആദ്യം തന്നെ നോട്ട് ചെയ്യുക. നെക്സ്റ്റ് വൺ, അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടറിന്റെ ഫിസിക്കൽ അപ്പിയറൻസ് ലുക്കിലേക്ക് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ, ഇതിപ്പോ നമ്മൾ പിന്നെ ഓൾഡ് മാനെ ആണെങ്കിൽ അവന്റെ ആ ലുക്ക് നമുക്കറിയാലോ, വിങ്സ് ഒക്കെ ഉണ്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ മെൻഷൻ ചെയ്യാം, അത് കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാം. മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ബിഹേവിയർ ആണ്. അവന്റെ ബിഹേവിയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ബിഹേവിയർ പിന്നെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഒക്കെയാണ് നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ഈ ഒരു പോയിന്റിൽ കൂടുതലായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. മറ്റൊരു കാര്യം, ഈ ക്യാരക്ടർ മറ്റു ക്യാരക്ടറുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, എന്തൊക്കെയാണ് റിലേഷൻ ഉള്ളത്, ആ ഓൾഡ് മാനുമായിട്ട് എന്താണ് റിലേഷൻ തുടങ്ങിയുള്ള കാര്യങ്ങൾ, വൈഫുമായിട്ടുള്ള റിലേഷൻ, ആ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു സ്വഭാവം എങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ആ സ്വഭാവത്തിനോട് യോജിച്ചതായിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് കൂടി ചാപ്റ്ററിൽ നിന്ന് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ക്യാരക്ടർ സ്കെച്ച് ആണ്. 6 മാർക്കാണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി മറന്നു പോകാതെ ഹൈലൈറ്റ് ചെയ്യാം. അപ്പൊ ഈ ഒരു ക്യാരക്ടറിന്റെ കുറച്ച് പോയിന്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം, പെട്ടെന്ന് നോക്കാം. സിമ്പിൾ ഓർഡിനറി മാൻ ആണ്, അതിന്റെ വൈഫിന്റെ കൂടെ, എലിസന്റെ എന്ന് പറയുന്ന വൈഫിന്റെ കൂടെയാണ് താമസിക്കുന്നത്. ഓർഡിനറി ലൈഫാണ് നമ്മുടെ ഏഞ്ചൽ വരുന്നതിന് മുൻപ്. അതുപോലെ തന്നെ പിന്നെ ആ ഓൾഡ് മാനെ കണ്ട സമയത്ത് അദ്ദേഹം ഷോക്ക് ആയിട്ടുണ്ടായിരുന്നു. അവനെ എന്താക്കി, ആ ഓൾഡ് മാനെ എന്താക്കി, ആ ഒരു കോഴിക്കൂട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവരെ കാണാൻ വരുന്ന ആൾക്കാർ, ഏഞ്ചലിനെ കാണാൻ വരുന്ന ആൾക്കാർക്ക് എന്താക്കി, പണം ഈടാക്കി ബിസിനസ് ചെയ്തു. ആ പണം കൊണ്ട് അവൻ എന്താക്കി, അവന്റെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറി. അത് മാത്രമല്ല, അവന് ഈ ഒരു ഓൾഡ് മാനോട് ഗ്രാറ്റിറ്റ്യൂഡോ നന്ദി ഒന്നും കാണിച്ചില്ല, ഓൾഡ് മാൻ ഒന്നും നൽകിയില്ല. അത് ഈ ഒരു മനുഷ്യന്റെ ക്യൂരിയോസിറ്റിയും ഗ്രീഡിനെയും സെൽഫിഷ്നെസിനെയും ഒക്കെയാണ് ഇവിടെ റിഫ്ലക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്താക്കാം, ക്യാരക്ടർ സ്കെച്ച് അവസാനിപ്പിക്കാം. ഇനി നിങ്ങൾക്ക് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് നോക്കാവും. നമ്മുടെ വിൻസ് ഹോസൻഫീൽഡ്, നമ്മുടെ അതുപോലെ തന്നെ സ്പിൽമാൻ ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമുക്ക് മാരത്തോൺ ഉണ്ട്, മിസ് ചെയ്യരുത്, അടിപൊളിയായിട്ട് പഠിക്കാം. ഏത് ക്യാരക്ടറാണ് വരാൻ സാധ്യതയുള്ളത്, നിങ്ങൾക്ക് വേണ്ടത്, കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് ജസ്റ്റ് കമന്റ് ചെയ്യാം. നമുക്ക് മറ്റൊരു വീണ്ടും കാണാം. ബൈ.